വലിയ ദുരന്തങ്ങൾക്കിടയിലും വലിയ ആശ്വാസത്തിൻ്റെ ചില നിറകൺ ചിരികളുടെ വാർത്തകൾ കൂടി പുറത്തു വരുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന കരുതിയ കുഞ്ഞിനെ വീണ്ടെടുത്ത കഥ. ദേശാഭിമാനിയിൽ വന്ന ഒരു ഫോട്ടോയിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ തങ്ങളുടെ കുഞ്ഞുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കുടുംബം, ആ കുടുംബവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുകയാണ്. സുജു, വലിയ ആശ്വാസത്തിൻ്റെ പ്രതീക്ഷകളുടെ കിരണങ്ങൾ, വലിയ നിറകൻ ചിരികൾ, വലിയ പുഞ്ചിരികൾ നമുക്ക് സമ്മാനിക്കുകയാണ് ഈ വലിയ ദുരന്തങ്ങൾക്കിടയിലും. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്? ദേശാഭിമാനിയിൽ വന്ന ഫോട്ടോ കണ്ടിട്ടാണോ ഇവർ ഈ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്? സിജു സുഗതൻ, ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ നമ്മുടെ ഒപ്പമുണ്ട്. ശിവപ്രസാദാണ് ഈ ഇടപെടൽ നടത്തിയത്. കുഞ്ഞ് മരിച്ചെന്ന് കരുതിയിരിക്കുന്ന കുടുംബത്തിനാണ് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പകർന്നു നൽകുകയും ആ കുഞ്ഞിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് ആ കുഞ്ഞ് എവിടെയുണ്ട്, വിംസ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ കുടുംബം ആ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഫോട്ടോഗ്രാഫർ ശിവപ്രസാദ് തന്നെ പറയുന്നതായിരിക്കും. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഇന്നലെ ചൂരൽമല തെരച്ചിലിന് പോയി കഴിഞ്ഞപ്പോൾ അങ്ങ് ഹൈസ്കൂൾ റോഡിന് അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ചോദിച്ചപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഇരുന്നപ്പോഴാണ് അവരുടെ വീടാണ് ആ പുഴ പോലെ ഒഴുകി വരുന്ന സ്ഥലത്തുണ്ടായിരുന്ന സ്ഥലത്ത് വീട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഈ ഫോട്ടോ കാണിച്ചു തന്ന് ഇങ്ങനെ ഒരു കുട്ടി 5 പേര് ആ കുടുംബത്തിലെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ ഈ അവിടെ ഇരുന്ന ആളുടെ അനിയൻ, അച്ഛൻ, അമ്മ, 2 കുട്ടികളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഫോട്ടോ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് രാവിലെ. ആ കുട്ടീനെ രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്, മോനെ കരയണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ ഓഫീസിൽ ചെന്നിട്ട് ഈ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുകയും ആ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ആ ഫോട്ടോ വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ റിപ്പോർട്ടർ പറഞ്ഞു, ചിലപ്പോൾ വിംസിലുണ്ടാവും, ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിംസിൽ അങ്ങനെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും, നിങ്ങൾ പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് മുൻപ് അവർ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എനിക്ക് മെസ്സേജ് അയച്ച്, ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടെത്താൻ സാധിച്ചതിൽ. ആ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞങ്ങളത് വെച്ചിട്ടാണ് കാണിച്ചത് അവരെ. അപ്പോൾ അവർ കൺഫേം ചെയ്ത് നിങ്ങളെ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സിജു, വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ആ സ്ഥലത്ത് തിരയാൻ വന്നിരിക്കുന്നത് കുട്ടിയുടെ ആരാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്? കുട്ടിയുടെ അച്ഛൻ്റെ ഏട്ടൻ മനു എന്ന് പറഞ്ഞ ആള്. മനു സഹോദരൻ, അമ്മ, ഈ 2 കുട്ടികളുമാണ് മിസ്സായിരുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ സംശയം പറഞ്ഞു, ഒരു കുട്ടീനെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ എടുത്ത ഒരു കുട്ടീൻ്റെ ഫോട്ടോ രാവിലെ രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ട് വെച്ചല്ല അവർ തിരയാൻ വന്ന, അവർ തകർന്ന് കിടന്ന ആ വീടിനവിടെ വെച്ച് തന്നെ കാണുന്നു അല്ലേ? അതെ. വളരെ സിജു പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ശിവപ്രസാദ് ഏട്ടൻ ചെയ്തൊരു പ്രവൃത്തി. കാരണം തങ്ങളുടെ കുഞ്ഞ് ഒരുപക്ഷെ മരിച്ചു പോകാമെന്ന സങ്കടത്തിൽ ആ വീട്, അവരിരുന്ന വീട് തകർന്നു പോയെടുത്ത് തിരച്ചിൽ നടത്തുമ്പോൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അവരുടെ ആശങ്ക പറയുന്നു. ആ ആശങ്ക കണ്ടുകൊണ്ട് തൻ്റെ ഒപ്പം, അതായത് ഒരു പകർത്തിയ ചിത്രം ഇല്ലേ, അത് ജീവൻ തുടിക്കുന്ന ഒരു ചിത്രമായിരുന്നു. അത് അവരെ കാണിക്കുകയും ഇപ്പോൾ അവർക്ക് ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം അവരുടെ കുടുംബാംഗങ്ങൾ 2 പേരെ, കുട്ടിയുടെ അച്ഛനെ ഉൾപ്പെടെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പോലും അത്തരം ആശങ്കകൾ കുടുംബത്തിലെ 4 പേരെ കണ്ടെത്തിയിട്ടില്ല. എങ്കിൽ പോലും ആശങ്കകൾക്കിടയ്ക്കിലും അവർക്ക് ചെറിയൊരു ആശ്വാസമാണ്, അല്ലെങ്കിൽ വലിയ ഒരു ആശ്വാസം പകരുന്ന ഒരു ഇടപെടലാണ് ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ നടത്തിയത്. പലപ്പോഴും ഇത്തരം ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ മാധ്യമപ്രവർത്തകരുടെ തിക്കും തിരക്കും ഒക്കെ. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചിത്രങ്ങളും കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറുമെന്നാണ് ശിവപ്രസാദിൻ്റെ ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത്.